നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. മഴ മുന്നറിയിപ്പ് നോക്കാം. ഇന്ന് പ്രത്യേകിച്ച് ഒരു ജില്ലകളിലും അലർട്ടുകളൊന്നുമില്ല. എങ്കിലും വരുന്ന മണിക്കൂറുകളിൽ പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കള്ളക്കടൽ മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നോക്കാം. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മോന്ത ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതമൊക്കെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. മോന്ത തീവ്ര ചുഴലിക്കാറ്റ് മിനിഞ്ഞാന്ന് 11:30ക്കും 12:30ക്കും ഇടയിൽ മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ നർസാപൂരിന് സമീപം മണിക്കൂറിൽ 90 മുതൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ കരയിൽ പ്രവേശിച്ചിരുന്നു. തുടർന്ന് തീരദേശ ആന്ധ്രയ്ക്ക് മുകളിൽ ചുഴലിക്കാറ്റായും നിലവിൽ അതിതീവ്ര ന്യൂനമർദ്ദമായും ശക്തി കുറഞ്ഞു. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ആന്ധ്രാപ്രദേശ്, അതിനോട് ചേർന്ന് തെലങ്കാന, തെക്കൻ ഛത്തീസ്ഗഡ് വഴി നീങ്ങി 6 മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി കുറയാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി തുടരുന്നുണ്ട്. മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് 36 മണിക്കൂറിനുള്ളിൽ മധ്യകിഴക്കൻ അറബിക്കടലിലൂടെ വടക്ക് കിഴക്കൻ ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്തായാലും വരുന്ന 5 ദിവസവും നേരിയ ഇടത്തരം മഴയ്ക്ക് കേരളത്തിൽ സാധ്യതയുണ്ട്. അപ്പോൾ ജാഗ്രതയോടെ ആയിരിക്കുക. നേരിയ മഴയ്ക്കാണ് സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിനോടനുബന്ധിച്ച് നാളെ രാവിലെ 2:30 വരെ കേരളത്തിലെ തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ ആ തീരത്ത് 0.9 മുതൽ 1.0 മീറ്റർ വരെയും, കന്യാകുമാരി ജില്ലയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെ തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ 1.1 മുതൽ 1.3 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കടൽ ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനം ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നതും. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നത്, കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കുക. ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല, മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവ മത്സ്യത്തൊഴിലാളികൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കിയിരിക്കണം. മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും. എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് ഒരു ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് നിലവിൽ ഇതുവരെയും ഒരു ജില്ലകളിലും അലർട്ടുകളില്ല. പക്ഷേ നേരിയ ഇടത്തരം മഴയ്ക്ക് ചിലയിടങ്ങളിൽ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.